നമസ്കാരം. ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോയിലേക്ക് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുവാനാണ്. എന്നോടൊപ്പം നിൽക്കുന്നത് ഗോപി ചേട്ടനാണ്. തേവന്നൂർ സ്വദേശിയാണ്. അദ്ദേഹത്തിന്റെ വീട് ഇപ്പോൾ ജപ്തി ഭീഷണിയിലാണ്. കാരണം ലോൺ എടുത്തു, അത് തിരികെ അടയ്ക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ബാങ്കിന് അതിൻ്റെതായിട്ടുള്ള നിയമ നടപടികളിലേക്ക് പോകണം എന്നുള്ളത് കൊണ്ട് തന്നെ അതിന്റെ എല്ലാ സാവകാശങ്ങളും അദ്ദേഹത്തിന് കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ ജപ്തി നടപടിയിലേക്ക് പോകുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ നോട്ടീസ് ഒട്ടിച്ചിരിക്കുന്നു. പക്ഷേ ഇദ്ദേഹത്തിന് ജീവിതത്തിൽ വളരെയേറെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും അനുഭവിക്കുന്ന ഒരു മനുഷ്യനാണ്. അസുഖം കൊണ്ട് വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു മനുഷ്യനാണ്. പ്രദേശവാസികളും തേവന്നൂർ അല്ലെങ്കിൽ ഉമ്മന്നൂർ ഗ്രാമപഞ്ചായത്തിലുള്ള ഒരു വാർഡ് മെമ്പർ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെയൊക്കെ സഹായത്തോടു കൂടിയാണ് അദ്ദേഹം ഇപ്പോൾ നിത്യവൃത്തി കഴിക്കുന്നത്. ഇതിപ്പോൾ ആയൂർ ടൗണിലാണ് നിൽക്കുന്നത്. ആയൂർ ടൗണിൽ ഇദ്ദേഹം രാവിലെ എന്നും വരും. ലോട്ടറി കച്ചവടമാണ് ജോലി. ഏകദേശം 30ഓളം ടിക്കറ്റുകളാണ് വിറ്റ് ചെയ്യുന്നത്. അതിൽ നിന്നും കിട്ടുന്ന 200 രൂപ വരെയാണ് ഏകദേശം അതിൽ നിന്നും കിട്ടുന്നത്. അതുകൊണ്ടാണ് ഉപജീവന മാർഗം കഴിച്ചു കൂട്ടുന്നത്. ചിലപ്പോൾ 200 രൂപ പോലും കിട്ടാത്ത സാഹചര്യവുമുണ്ട്. എന്നാൽ ഈ ശാരീരിക അസ്വസ്ഥതകളും കഠിനമായ അസുഖങ്ങളും കൊണ്ട് ആശുപത്രിയിലും പോകുവാനോ അല്ലെങ്കിൽ 3000-ൽ പരം രൂപ ഗുളിക മേടിക്കാൻ ഒരു മാസം ഇദ്ദേഹത്തിന് വേണം. അതുപോലെ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ജീവിക്കുന്നത്. ഇദ്ദേഹം പറയുന്നത് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്താൽ, എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഇത്തരത്തിലൊരു വീഡിയോ എനിക്ക് ചെയ്തു തരണം. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ നാട്ടിൽ നല്ല മനുഷ്യരുണ്ട്, നല്ല ആളുകളുണ്ട്, അവരൊക്കെ ചിലപ്പോൾ എന്നെ ഒന്ന് സഹായിച്ചാലോ എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹം യൂസഫ് അലി സാർ ഉൾപ്പെടെ അല്ലെങ്കിൽ ബോൾസെ ഉൾപ്പെടെ ഉള്ള ആളുകൾക്ക് ഇമെയിൽ മുഖേന അപേക്ഷകൾ നിരവധി തവണ അയച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് കഷ്ടപ്പെടുന്ന ആളുകളെ സഹായിക്കുന്ന ആളുകളാണ് ഈ പറഞ്ഞ ആളുകളൊക്കെ. ഒരുപക്ഷെ അവർക്കൊന്നും ശ്രദ്ധിക്കാൻ കഴിയാതെ വന്നിട്ടുണ്ടാകും. ഇദ്ദേഹം പറയുന്നത് ഇതാണ്: ഇത്തരത്തിലൊരു വീഡിയോ എന്റെ ദുരിതാവസ്ഥ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ എന്റെ വീടിന്റെ ജപ്തി നടപടികൾ നടക്കാതെ എനിക്ക് ആരെങ്കിലും എന്നെ സഹായിക്കും എന്നാണ് ഇദ്ദേഹം പറയുന്നത്. എന്തായാലും ചേട്ടന്റെ അവസ്ഥയെക്കുറിച്ച് ചേട്ടൻ തന്നെ ഒന്ന് പറയും. എന്താണ് ചേട്ടാ, ഒന്ന് പറയും. ഞാൻ 8 വർഷം കൊണ്ട് സുഖമില്ലാത്തതാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ കുഞ്ഞിൻ്റെ വിവാഹത്തിന് വേണ്ടി എടുത്ത പടമാണ് 3 ലക്ഷം രൂപ. അത് 6 ലക്ഷത്തിൽ ചെല്ലാൻ രൂപ പുറത്തായി. എനിക്ക് സംസാരിക്കാൻ പോലും ഒക്കാത്തൊരവസ്ഥയിൽ ഇപ്പം തളർത്തി കളഞ്ഞ ശരീരമൊക്കെ. ഈ 6 ലക്ഷം രൂപ അടയ്ക്കാൻ എൻ്റെ കൈവശവും എൻ്റെ കുഞ്ഞുങ്ങൾക്കുള്ള കൈവശവും ഇല്ല. വീടുകളിൽ 5 സെന്റ് പുരയിടത്തിൽ മാറും വെച്ച് കിടക്കുകയാണ്. അതിലവർ കൊണ്ടുവന്ന് ഇങ്ങനെ നോട്ടീസ് ഒട്ടിച്ച് യാതൊരു ജോലിയില്ല, പരകലും ഇല്ലാതെ ആശ്രയം പോലുള്ള കഴിയാണ്. പഞ്ചായത്തിലുള്ള ഹരി എന്ന മെമ്പർ എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഒത്തുവന്നതും ഒക്കെ ഇപ്പോഴും ഒത്തുനിൽച്ചുകൊണ്ട് കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ തന്നു എൻ്റെ കുടുംബത്തെ എൻ്റെ ജപ്തിയിൽ നിന്നും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണമെന്ന് ഞാൻ താഴ്മ അപേക്ഷിക്കുകയാണ്. എനിക്കിതേ പറയാനുള്ളൂ. മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാത്തത്. ഒരു നിവൃത്തിയില്ല. 2 കുഞ്ഞുങ്ങളെ അയച്ചെത്താ അവർക്ക് വേണ്ടി കല്യാണം കഴിക്കാൻ എടുത്ത പൈസ അത് ഹോസ്പിറ്റലിലേക്ക് ചെലവഴിക്കേണ്ടി വന്നത്. നിങ്ങളിപ്പോഴാണ് എനിക്ക് ഈ രക്തം കോട്ടിന്റെ അസുഖം വന്നത്. ശരീരം മൊത്തം തളർത്തിക്കളഞ്ഞതൊക്കെ. ആയതിനാൽ നിങ്ങളൊന്നും വ്യക്തിയാണ് അപേക്ഷിക്കുകയാണ്. എൻ്റെ വീടിനെ പൊതുജനങ്ങളുടെ മുമ്പിലും നല്ലവരെ ആൾക്കാരുടെ മുമ്പിൽ ഞാൻ അപേക്ഷിക്കുകയാണ്. എന്നെ എൻ്റെ കുടുംബത്തിൽ അഭിനയിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അപ്പോ ഇത് കാണുന്ന നല്ലവരായിട്ടുള്ള ആളുകൾ ഉണ്ട്, സഹായിക്കാൻ കഴിയുന്ന മനസ്സുള്ള ആളുകളുണ്ട്. നമ്മുടെ പൊതുസമൂഹത്തിൽ ഇത്തരത്തിൽ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളെ സഹായിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അവര് ഇത് കാണുകയാണെങ്കിൽ ഇത്തരത്തിൽ ഇദ്ദേഹത്തിന്റെ ഈ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കി ഈ വീടിന്റെ ജപ്തി നടപടികളിൽ നിന്ന് ഒഴിവാക്കുവാനുള്ള ഒരു സഹായം ചെയ്യണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനുള്ള മനസ്സുള്ള ആളുകൾ അല്ലെങ്കിൽ ശേഷിയുള്ള ആളുകൾ മുന്നോട്ട് വന്ന് അദ്ദേഹത്തിന്റെ ജപ്തി നടപടിക്രമങ്ങളിൽ നിന്ന് ഒഴിവാക്കി ജീവിക്കുവാനുള്ള അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ ജീവിക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി നൽകണമെന്നാണ് നമുക്ക് പറയുവാനുള്ളത്. എല്ലാവരും അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടുകൾ മാറും എന്നാണ് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ആശിക്കുന്നത്. എല്ലാവരും സഹായിക്കുമെന്ന് കരുതുന്നു. അദ്ദേഹത്തിന്റെ ബാങ്ക് വിവരങ്ങളും ഫോൺ നമ്പറും ഈ വീഡിയോടൊപ്പം ചേർക്കുകയാണ്. നിങ്ങൾ എല്ലാ വിവരങ്ങളും നേരിട്ട് തന്നെ അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കി സഹായിക്കാൻ കഴിവുള്ള പ്രിയപ്പെട്ടവർ ഉണ്ടെങ്കിൽ സഹായിക്കണം എന്ന് ഒരിക്കൽ കൂടി അദ്ദേഹത്തിന് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്.